ഹോക്കിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഹോക്കി മുൻ താരവും പരിശീലകനുമായ ജയകുമാർ എസ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി. PR ശ്രീജേഷ് ഉൾപ്പെടെ നിരവധി ഹോക്കി താരങ്ങളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. തപാൽ വകുപ്പ് സീനിയർ അക്കൗണ്ടന്റ് പദവിയിൽ നിന്ന് വിരമിച്ചെങ്കിലും മുഴുവൻ സമയ ഹോക്കി പരിശീലകനായി ജയകുമാർ രംഗത്തുണ്ടാകും. കളിക്കളത്തിലും പുറത്തും കായിക രംഗത്തോടുള്ള അചഞ്ചലമായ സമർപ്പണത്തിന് പേരുകേട്ടയാളാണ് ജയകുമാർ. ജൂനിയർ ഹോക്കി ടീമിന്റെ മുൻ പരിശീലകൻ എന്ന നിലയിൽ ഇന്ത്യൻ ഹോക്കിയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. പത്മഭൂഷൺ അവാർഡ് ജേതാവും ഒളിമ്പ്യനും അർജുന അവാർഡ് ജേതാവുമായ PR ശ്രീജേഷിന്റെ ആദ്യ പരിശീലകനാണ് ജയകുമാർ. ഹോക്കി ഗോൾ കീപ്പിംഗിലെ മികച്ച താരമെന്ന ഖ്യാതി നേടിയ വ്യക്തിത്വം. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ അക്കൗണ്ടന്റായി 42 വർഷത്തെ സർവീസ് ജീവിതം ഇന്നലെ അവസാനിച്ചു. തന്നെയും ഹോക്കിയെയും സ്നേഹിച്ച സഹപ്രവർത്തകർക്കും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനും നന്ദി പറഞ്ഞാണ് ജയകുമാറിന്റെ പടിയിറക്കം. ഡിപ്പാർട്ട്മെന്റിന് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് തീരത്തില്ല. ഇങ്ങനെയുള്ള ഒരു ഓഫീസിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഓൺ ഡ്യൂട്ടിയിൽ ഏത് നാഷണൽ ചാമ്പ്യൻഷിപ്പിനായാലും ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിനായാലും അവർ തരുന്നു. അതുപോലെ ഡെയിലി 3 hours അല്ലെങ്കിൽ 2 to 3 hours നമുക്ക് പ്രാക്ടീസ് സെക്ഷനിലുള്ള പെർമിഷനുണ്ട്. അതുപോലെ നമുക്ക് സ്പോർട്സുകാർക്ക് ഇവിടെ ഉള്ള ഒരു അംഗീകാരം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം അവർ നമുക്ക് അതിന് അത്രയും ഹെവി സീറ്റ് പോലും അവർ തരുന്നില്ല. കാരണം നമുക്ക് മാക്സിമം സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഇന്ത്യ പോസ്റ്റ്. ഒരുപാട് താരങ്ങളെ പരിശീലിപ്പിച്ച് ഭാരതത്തിന് സമ്മാനിച്ചു. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ പ്രിയ ശിഷ്യൻ PR ശ്രീജേഷും ആശംസ അറിയിച്ചു. 18 വർഷം ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെയധികം സൗഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവേശനോടുകൂടി തന്നെ അദ്ദേഹം കേരള ഹോക്കിക്ക് കൊടുത്ത കോൺട്രിബ്യൂഷൻ വളരെയധികം വലുതാണ്. 2000 മുതൽ 2008 വരെയുള്ള കാലഘട്ടം അദ്ദേഹം ജീവിരാജ സ്പോർട്സ് സ്കൂളിൽ കോച്ചായിട്ട് വന്നിരുന്നു. ആ ഒരു കാലഘട്ടത്തിന്റെ പ്രൊഡക്റ്റുകളാണ് ഞാനടക്കമുള്ള 5ഓളം വരുന്ന ഇന്റർനാഷണൽ താരങ്ങളും അല്ലെങ്കിൽ 50-ന് മേളിൽ വരുന്ന നാഷണൽ ലെവൽ താരങ്ങളും. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം ജൂനിയർ ഇന്ത്യൻ ടീമിന്റെ കോച്ചായിട്ട് വർക്ക് ചെയ്തത്. കേരള ഹോക്കിയുടെ ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന ഒരു ദ്രോണാചാര്യൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. 1983 സ്പോർട്സ് കോട്ടയിൽ തപാൽ വകുപ്പിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. സംസ്ഥാന ഹോക്കി ടീമിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു അദ്ദേഹം. 18 വർഷം കേരള താരമായി. 4 വർഷത്തോളം ടീം ക്യാപ്റ്റനായി. ഇന്ത്യൻ P&T ടീമിനു വേണ്ടിയും കളിച്ചു. ദേശീയ മത്സരങ്ങളിൽ അമ്പയറായിട്ടുണ്ട്. ഏറ്റെടുത്ത എല്ലാ റോളുകളിലും മികച്ച നേതൃപാഠവും പ്രകടിപ്പിച്ചു. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷവും ലക്ഷ്യം ഒന്നു മാത്രം. ഇനിയും നമ്മൾ ഹോക്കിയായിട്ട് മുമ്പിലോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പം ഒരു ശ്രീജേഷിനെ മാത്രം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ പോരാ. ഇപ്പം ഞാൻ എൻ്റെ കോച്ചിങ് ഏരിയയിൽ കൂടെ അല്ലെങ്കിൽ ഞാൻ കോച്ചിങ് ചെയ്തിരുന്ന സമയത്ത് 18ഓളം ഇന്ത്യൻ ഇൻ്റർനാഷണൽ പ്ലേയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്തു. ഇനി അത് ബോയ്സാണ് കൂടുതലും, അതിൽ ഗേൾസ് വളരെ കുറവാണ്. ഇനി ശ്രീജേഷിനെ പോലെ ഇനി അടുത്ത ഗേൾസ് സെക്ഷനിലും നമുക്ക് കുട്ടികൾ ഒരുപാട് വരാറുണ്ട്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഹോക്കിയുടെ ഗേൾസിൻ്റെ സ്റ്റാൻഡേർഡ് കുറച്ചുകൂടെ മുകളിലാണ്. കളിയോടുള്ള ആത്മസമർപ്പണവും കഠിനാധ്വാനവും അവസരങ്ങൾ കൃത്യമായി മുതലാക്കാനുള്ള കഴിവുമാണ് വേണ്ടത്. അത് മാതൃകയാക്കിയാൽ ഇനിയും ഇന്ത്യൻ ഹോക്കി ടീമിൽ മലയാളികൾ ഉണ്ടാകുമെന്നും ജയകുമാർ പറഞ്ഞു വെക്കുന്നു. ജനം, തിരുവനന്തപുരം.